ഒരിക്കൽ 3 വൃദ്ധന്മാർ ഒരു ട്രെയിനിൽ അടുത്തടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, എനിക്കിപ്പോൾ 90 വയസ്സായി. ഞാൻ അമിതമായി ഭക്ഷണം കഴിക്കാറില്ല. അതുകൊണ്ട് കാര്യമായ അസുഖങ്ങളൊന്നുമില്ലാതെ സുഖമായി ജീവിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ വൃദ്ധൻ പറഞ്ഞു, എനിക്ക് 92 വയസ്സായി. പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങളൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഒരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ ഇപ്പോഴും സുഖമായി ജീവിക്കുന്നു. അപ്പോൾ മൂന്നാമത്തെ വൃദ്ധൻ പറഞ്ഞു, ഞാനിപ്പോഴും നന്നായി മദ്യപിക്കാറുണ്ട്, പുകവലിക്കാറുണ്ട്, കിട്ടുന്നതെല്ലാം വാരി വലിച്ചു തിന്നാറുണ്ട്. ഇത് കേട്ടപ്പോൾ ആദ്യത്തെയാൾ അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്കെത്ര വയസ്സായി? മൂന്നാമത്തെ വൃദ്ധൻ മുഖം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്കിപ്പോൾ 35 വയസ്സ്. അകാല വാർദ്ധക്യവും ജീവിതശൈലീ രോഗങ്ങൾ കൊണ്ടുള്ള മരണവും ഒഴിവാക്കണമെന്നാഗ്രഹിക്കുന്നവർ പുകവലിയും മദ്യപാനവും ഒഴിവാക്കുന്നതോടൊപ്പം അമിതമായ ആഹാരശീലങ്ങളും ഒഴിവാക്കുക. ഞാൻ മൂന്നാമത്തത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ അടുത്ത് 93 പറയുന്നതാണ്. ഞാൻ അപ്പം രണ്ടാളും പറഞ്ഞത് ഞാൻ മദ്യപാനം ഒഴിവാക്കി, അതുപോലെ തന്നെ മദ്യപാനം പുകവലി ഒഴിവാക്കി. അപ്പോൾ എനിക്കിപ്പോൾ 92 വയസ്സ്, അദ്ദേഹത്തിന് ആദ്യത്തെ 91 വയസ്സ്. അപ്പോൾ ഇയാളെന്താ ഞാൻ പറയാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ 93 വയസ്സായി. ഞാൻ അപ്പം അത്യാവശ്യം നന്നായി എന്ത് ചെയ്യുന്നുണ്ട്, പുകവലിക്കുന്നുണ്ട്, കള്ളു കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പിന്നെ നേരെ ഓപ്പോസിറ്റീവ് സംഭവം മറിച്ചിടും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ പുള്ളിക്ക് 35 വയസ്സ് അല്ലേ? അത് സത്യമാണ്. കാരണം എന്താ വെച്ചാൽ പിന്നെ മനുഷ്യൻ നമ്മൾ ഈ ചില പ്രലോഭനങ്ങൾ, ഇതൊക്കെ പ്രലോഭനങ്ങളാണല്ലോ. ആണ്. ഈ പ്രലോഭനങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ ജീവിതത്തിനൊരു സുരക്ഷിതത്വം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്കൊക്കെ പറയാൻ സംഗതി ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഈ ഭക്ഷണം എത്ര നല്ല വിശപ്പുണ്ട്, നല്ല നല്ല ഭക്ഷണ വൈവിധ്യങ്ങളുണ്ട്. അതാരാണെങ്കിലും അവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയണോനോ അത്യാവശ്യം നല്ല കൺട്രോൾ തന്നെയായിരിക്കും അല്ലേ? അവിടെ പിടിച്ചു നിൽക്കാൻ അത്രയും ബോധ്യമാണത്. അത് പിടിച്ചു നിർത്താം. കാരണം അനുവദനീയമായൊരു കാര്യമാണ്. മറ്റേതൊക്കെ ഹറാമാണ്. ഫുഡ് ഹലാലാണ്. അനുവദനീയമായൊരു കാര്യത്തെ ഈ കാര്യത്തിൽ കണ്ടിട്ട് ഇതിനെ ഞാൻ മിതമാക്കുക എന്ന് പറഞ്ഞ് അതൊരു വല്ലാത്തൊരു പവർ തന്നെയാണ് അത്. പിന്നെ അതിലും 2 വിഷയമുണ്ട് കേട്ടോ. പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. റമദാനിലൊക്കെ നമ്മളൊക്കെ ഇത് പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊന്നും അറിയില്ല. ചിലപ്പം ഇത് ഉൾക്കൊണ്ടേ പറ്റൂ. ഇപ്പം നമ്മൾ രാവിലെ ഒരു 5:19 5:30 മുതൽ 6:30 വരെ നമ്മളൊരു ഏകദേശം ഒരു കണക്ക് പറഞ്ഞാൽ 13 മണിക്കൂറോളം നമ്മൾ പട്ടിണി കിടക്കുകയാണ്. ഒരു വെള്ളമല്ല, പിന്നെ ഭക്ഷണമല്ലാതെ. നോമ്പാണല്ലോ. മഗ്‌രിബിന് ബാങ്ക് വിളിക്കുമ്പോൾ നമുക്ക് തിന്നാനുള്ള, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഹലാലായതിനെ നമുക്ക് വീണ്ടും അനുവദിച്ച്, ഹലാലാണ് ഭക്ഷണം, ആ ഹലാലായതിനെ നമുക്ക് അനുവദിച്ച് തരുന്നൊരു സമയമായി. നമ്മളവിടെ വെള്ളം കുടിക്കുന്നു, ഈത്തപ്പഴം കഴിക്കുന്നു. പിന്നീട് നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയുള്ള ഭക്ഷണത്തിന്, നോമ്പ് തുറ കഴിഞ്ഞല്ലോ, ഭക്ഷണത്തിന് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസരം. പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാൽ ഈ വാരി വലിച്ച് തിന്നുന്ന സ്വഭാവം നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആശങ്കപ്പെടേണ്ടത്, എങ്ങനെ ഇവർക്ക് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കഴിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കഴിക്കാത്തവനെ അല്ല, കഴിക്കാത്തവരെ. അതൊരു ശീലമാകാത്ത ആളുകളുണ്ട്. കാരണം ഇപ്പോൾ നമ്മളൊക്കെ, നമ്മുടെ സംസ്ഥാനമാണ് ഇതിന് കുറച്ചും മികച്ച് നിൽക്കുന്നത്. പിന്നെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന തമിഴ്നാടും കുഴപ്പമില്ല. നോമ്പ് കാലത്തൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സെറ്റാണ് സംഭവം. അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അറബി സൗദി ഭാഗത്തു നിന്നുള്ള ആ ഒരു സ്വാധീനമാണോ എന്ന് തോന്നാറുണ്ട് ഫുഡിൻ്റെ അതിൽ. കാരണം ഫുഡിൽ അറബികളും ഇതുപോലെ ഒന്നായിട്ട് അല്ലേ ധാരാളം. പക്ഷെ വേറൊന്നുണ്ട്, അവർ ഒന്നായിട്ട് കൊണ്ടുവെക്കുന്നതേ കാണാറുള്ളൂ. അവർ വാരി വലിച്ച് തിന്നാറില്ല എന്നുള്ള. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഭക്ഷണ സംസ്കാരത്തിൽ ചില മാറ്റങ്ങളുണ്ട് അവിടെ. അതായത് പിന്നെ നമ്മൾ കുറേ ചോറ് വാരി തിന്നും. ബിരിയാണി ആണെങ്കിൽ ബിരിയാണിയും കുറേ തിന്നും. അതിൻ്റെ കൂടെ വെജിറ്റബിൾ ഐറ്റംസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നെ ഈ ഇലകളൊക്കെ ഉണ്ടല്ലോ, കഴിക്കുന്ന പച്ചക്കറി കഴിക്കുന്ന ഇതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, കാര്യമായിട്ടില്ല. എന്താണോ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ പ്രധാന ഭക്ഷണം, ഇപ്പോൾ ബിരിയാണി ആയിരിക്കും, മന്തി ആയിരിക്കും, ഇതൊക്കെ വാരി വലിച്ചു തിന്നും. നേരെ വെച്ച് അതിൽ നിന്നൊക്കെ കുറേശ്ശെ തിന്നുന്ന സ്വഭാവമാണ് അവർക്കുള്ളത്. പക്ഷേ കുറേ കൊണ്ടുവെക്കും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ അവർ തിന്നുന്നില്ല, കുറച്ചവർ തിന്നും, ബാക്കി വേസ്റ്റ് ആക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണോ എനിക്കറിയില്ല, സത്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ താരതമ്യം ഇവിടെ നടത്തിയിട്ടില്ലെങ്കിലും കുറേയൊക്കെ അങ്ങനെയാണ്. മന്തി
അതുപോലെ തന്നെ മറ്റുള്ള നമ്മൾ ഓരോ ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞു നോക്കി, അതൊക്കെ നമുക്ക് വന്നിട്ടുണ്ടാകും മിക്കവാറും. സൗദിയിൽ നമ്മളെ കാക്കമാർ പോയി തിരിച്ചു വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന. പിന്നെ നമ്മൾ ഒരു കാലത്ത് ഭയങ്കര ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നല്ലോ. നമ്മൾ ഈ വീഡിയോസൊക്കെ വരലുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിൽ വരുമ്പം 1980കളിലുള്ള കേരളം. അപ്പം അന്ന് ഒരാൾക്കും വയറില്ല, അന്ന് ഒരാൾക്കും പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളില്ല, പട്ടിണിയുള്ള കിഡ്നി പോക്ക് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും സമാധാനത്തിലാണ്. ഭക്ഷണം അത്യാവശ്യം വയറ്. അപ്പോൾ ആ ഒരു കാലത്തിൻ്റെ ഒരു അവസാനവും പിന്നെ കുറച്ചൊരു ഭക്ഷണമൊക്കെ കിട്ടി ഗൾഫ് ജീവിതമൊക്കെ വന്ന് കേരളം ഉഷാറായപ്പോൾ നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് പറഞ്ഞു, വയറ് നിറച്ച് കഴിച്ചു, വയറ് നിറച്ച് പള്ള നിറച്ച് കഴിച്ചു, കുണ്ടമ്പള്ളയാവട്ടെ, ചോറ് തിന്നാൻ കുട്ടീനെ കൊണ്ടിങ്ങനെ. അപ്പം നല്ല കുട്ടിയാണ് ചോറ് തിന്നപ്പോൾ നല്ലാണ് പള്ളണ്ട് കുണ്ടമ്പള്ളയായി കഴിഞ്ഞാലും, അതായത് കുട്ടീൻ്റെ പുക്കൾ വരെ പുറത്തേക്ക് ചാടണം. അപ്പൊ കുട്ടി എന്താണ്, നല്ല കുട്ടിയാണ്. ഇങ്ങനെയൊക്കെ നമ്മളോട് പറഞ്ഞ ഒരു ഓർമ്മ ഉണ്ട്. കാരണം ഭക്ഷണം കുട്ടി നല്ല കഴിക്കാം, നമുക്കും അവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ കഴിക്കട്ടെ എന്ന് പറഞ്ഞു. അത് തുടർന്ന് നിന്നില്ല. പിന്നെ ഈ ഇപ്പം നമ്മളൊക്കെ അൺകോൺഷ്യസ് മൈൻഡ് പള്ള നിറച്ച് കഴിക്കണം എന്നുള്ളൊരു ഇത് വന്ന് അവസാന ഭക്ഷണം നല്ലോണം സ്ഥലത്തുണ്ടാവും. ഇതൊക്കെ എനിക്കൊരു കല്യാണത്തിന് പോയാൽ അവിടെ ഞാൻ കഴിക്കേണ്ട ഒരാളാണല്ലോ പറഞ്ഞിട്ട് എല്ലാം കഴിച്ചിട്ട് ഇങ്ങോട്ട് അപ്പോഴൊരു ഇങ്ങനെ ഒരു തെറ്റായ ഒരു മനോഭാവത്തിലേക്ക് എത്തിയോണ്ടായിരിക്കും. എനിക്ക് ആവശ്യമുള്ള ഇഷ്ടപ്പെട്ട മാത്രം കഴിച്ചാൽ മതി, വയറ് നിറച്ച് കഴിച്ചാൽ ഞാൻ മുതലാക്കി എന്നുള്ളൊക്കെ അവരൊക്കെയോ പറഞ്ഞ് കേട്ട് വന്നതിൻ്റെയൊക്കെ ഒരു ഫലമാണ് കഴിക്കും തോറും അവസാനം നമ്മളെ ബത്തിന് ഇമാമാവ് അറിയാം. അങ്ങനെ ആയി വരുന്നത്. നമുക്കൊക്കെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് തലങ്ങളിലേക്ക് മാറും. എന്തായാലും ആരോഗ്യ പ്രശ്നം മിക്കവാറും ഈ ഭക്ഷണശീലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അതൊരു വലിയൊരു ഘടകമാണ് ആരോഗ്യത്തിൻ്റെ. അത് എല്ലാത്തിനും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ നോമ്പുമായി ബന്ധപ്പെട്ട ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ നന്നായി ഭക്ഷണം കൺട്രോൾ ചെയ്ത് അവിടെ വെള്ളത്തിന് കുറച്ച് സ്ഥാനം കൊടുത്ത് വ്യത്യസ്ത വെള്ളം കൊടുക്കും. ഇപ്പം മധുരം കുറച്ചിട്ട് നല്ല ജ്യൂസ്, അതുപോലെ തന്നെ നമ്മൾ പച്ചവെള്ളം, ആ വെള്ളം കുറച്ച് കൂടുതൽ കുടിച്ച് കനമുള്ള ഭക്ഷണം കുറച്ചാൽ നമുക്ക് അന്നത്തെ തറാവി നിസ്കരിക്കാനൊക്കെ നല്ല ആശ്വാസം. അത് ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളത് ശരിയാണ്. ഇല്ലെങ്കിൽ 35-ൽ 90-ന് പ്രായം കാണിക്കുന്ന രൂപത്തിലുള്ള അടയാളങ്ങൾ നമ്മളിലൊക്കെ ഇങ്ങനെ വരും എന്ന് തന്നെയാണ്.